ഉയർപ്പ് പെരുന്നാളിലേക്ക് എത്തിച്ചേർന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് സത്യമായി നാം വിശ്വസിക്കുന്നുവെന്ന് വായോടെ പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായി ഒരുങ്ങുന്ന നാം ഈ വലിയ മഹത്തായ ദിനത്തെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ ദിവസം ഈ ആരാധനയ്ക്കായിട്ട് ആളുകളുടെ വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട തോമസച്ചൻ ചുരുങ്ങിയതായ വാക്കുകളിൽ കൂടി നമ്മെ ബോധിപ്പിച്ചു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഏതാനും ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതിനും അത് ശ്രമിക്കാത്തവർക്ക് ഒന്നുകൂടെ ശ്രമിക്കുന്നതിനും വേണ്ടിയാണ് ഏതാനും ചില ടിപ്പുകൾ മാത്രം, ചില ടിപ്സ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് ദൈവവചനത്തിൽ. അതിനു മുമ്പായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ് ദൈവാലയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംബന്ധിക്കുന്നത്. അത് നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ബേസിലാണ്. എന്നിരുന്നാൽ തന്നെയും അതെങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ കുറിച്ച് പലർക്കും